تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇബ്തിഹാജിന്റെ നയന മനോഹരമായ വേദിയിൽ ഇന്ന് നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ നഈമിൽ നാം ഇവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. ഇന്ന് എനിക്ക് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ഖുർആന്റെ സന്ദേശം മനുഷ്യർക്ക് മാർഗദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില വാക്കുകൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ഖുർആന്റെ സന്ദേശം മനുഷ്യർക്കുള്ള മാർഗദർശനമാണ്. കാലത്തിന്റെ അതിരുകൾ കടന്നാണ് മനുഷ്യ ഹൃദയങ്ങളോട് സംസാരിക്കുന്ന സന്ദേശമാണ്. അറിവിന്റെയും അജ്ഞതയുടെയും നീതിയുടെയും അനീതിയുടെയും പ്രകാശത്തിന്റെയും അന്ധകാരത്തിന്റെയും നടുവിൽ വഴിതേടുന്ന മനുഷ്യന് ഖുർആൻ ഒരു ദീപസ്തംഭം പോലെ നിൽക്കുന്നു. ഖുർആൻ മനുഷ്യനെ ആദ്യം വിളിക്കുന്നത് അവൻ ആരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ മനുഷ്യൻ യാദൃശ്ചികനായി പിറന്നവനല്ല. അവൻ ഉത്തരവാദിത്തത്തോടെ സൃഷ്ടിക്കപ്പെട്ട ഒരാളാണ്. അവൻക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും തിരിച്ചറിയാനുള്ള ഹൃദയവും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയിരിക്കുന്നു. മനുഷ്യൻ താൻ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കി ജീവിക്കണമെന്നാണ് ഖുർആന്റെ അടിസ്ഥാന സന്ദേശം. ഖുർആൻ മനുഷ്യനെ അകത്തേക്ക് നോക്കാൻ പഠിപ്പിക്കുന്നു. പുറം ലോകത്ത് വിജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യമാണ് അകത്തെ ലോകത്തെ നിയന്ത്രിക്കുക എന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. അഹങ്കാരം, അസൂയ, ദേശം, ക്രൂരത എന്നീ വിഷയങ്ങളിൽ നിന്ന് മനുഷ്യനെ ഖുർആൻ അവിടെ നിന്ന് ഉയർത്തുകയാണ്. ഇതിന് പകരം സ്നേഹം, കരുണ, നീതി എന്നീ ഗുണങ്ങൾ മനുഷ്യനെ ഉയർത്തുന്ന പടവുകളാണെന്നും ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യൻ സ്വയമേ ശുദ്ധിയുണ്ടായാൽ മാത്രമാണ് സമൂഹവും ശുദ്ധിയുണ്ടാകുന്നത് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഈ ഗ്രന്ഥം മനുഷ്യന് തമ്മിലുള്ള ബന്ധങ്ങളെ വിശുദ്ധമാക്കുന്നു. കുടുംബ ബന്ധം, സാമൂഹിക ബന്ധം, ഭരണകൂട ബന്ധം എല്ലാ നീതിയുടെയും ഉത്തരവാദിത്തത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് ഖുർആൻ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ മാതാപിതാക്കളോട് എന്ന വാക്ക് പോലും പറയരുത്. അനാഥക്കാരെ സംരക്ഷിക്കാനും ദുർബലരുടെ കൈപിടിക്കാനും അനീതിക്കെതിരെ ഉറച്ചു നിൽക്കാനും ഖുർആൻ പ്രേരിപ്പിക്കുന്നു. വിശ്വാസം ആരാധനയിൽ മാത്രം ഒരുങ്ങരുത്, അത് പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കണം എന്നതാണ് ഖുർആന്റെ സാമൂഹിക ദർശനം. ഖുർആൻ മനുഷ്യനെ ചിന്തിക്കാൻ ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ്. ചിന്തിക്കുന്നില്ലേ, ബോധ്യപ്പെടുന്നില്ലേ എന്ന ചോദ്യം ഖുർആൻ ആവർത്തിച്ച് പറയുന്നു. ഖുർആനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. വഖറദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.